ഇത് നമുക്ക് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങക്കറി ഉണ്ടാക്കാൻ തന്നെ നോക്കാം. അങ്കമാലി ആ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ സാധാരണ കല്യാണങ്ങളുടെ തലേ ദിവസമാണ് ഈ കറി ഉണ്ടാക്കുക. അപ്പൊ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. ഈ കറി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ആ സൈഡിൽ 2 ടൈപ്പ് കറി വെക്കും. ആ 2 കറിയും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ്. അങ്ങനത്തെ ഒരു കറി ഈ മാങ്ങക്കറി, പിന്നെ മാങ്ങയും മീനും കൂടിയും ചേർത്തിട്ട് മീനിന്റെ തലയും വാലും അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ തലേ ദിവസം ഒരു മീൻ കറിയും വെക്കും. അപ്പൊ എന്റെ വീട് അങ്കമാലിക്ക് അടുത്ത് പോസ്റ്റേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്. അപ്പോൾ ഞങ്ങളുടെ ആ ഏരിയയിലേക്ക് സാധാരണ എന്ത് ഫംഗ്ഷൻ ഉണ്ടായിരുന്നാലും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കറി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയുടെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്ടിരുന്നതാണ്. പിന്നെ ഞാനിവിടെ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് കനത്തിലല്ല, കുറച്ച് കനം കുറച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എന്നാലും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് പച്ചമുളക്, ഇതൊരു 12 പച്ചമുളകുണ്ട്. പിന്നെ കറിയിലേക്ക് നിങ്ങൾ കറിവേപ്പിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. എൻ്റെ അടുത്ത് കറിവേപ്പില വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ കറിയിലേക്കും പിന്നെ താളിച്ച് ചേർക്കുമ്പോഴും രണ്ടിലും കുറേശ്ശായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് സവോള ചേർത്താലും നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ആയിരുന്നാലും ഇതേപോലെ ഒരുപാട് കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കണ്ട, കുറച്ച് വലുതായിട്ട് കുറച്ച് ചെറുതായിട്ട് ഒരു കനത്തിൽ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. ഇനി കറിയിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. ഈ മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിലും ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വിനാഗറും കൂട്ടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയ ചുവന്നുള്ളി നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയും വേണം. ഈ കറി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1.5 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോഴായിരിക്കും ഈ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. നമുക്ക് ടിന്നിൽ കിട്ടില്ലേ, റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ കിട്ടില്ലേ, അങ്ങനത്തെ തേങ്ങാപ്പാൽ വെച്ചിട്ട് നിങ്ങൾ ഈ കറി ഉണ്ടാക്കണ്ട. അപ്പോൾ അതിന് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ നിങ്ങളിപ്പോൾ പാക്കറ്റ് തേങ്ങേനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 2 പാക്കറ്റ് തേങ്ങ വേണ്ടി വരും. കാരണം അത്യാവശ്യം നല്ല തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് കറിയാക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാത്തത് വെളിച്ചെണ്ണയും കാണിച്ചിട്ടില്ല, വിനീഗറും കാണിച്ചിട്ടില്ല, പിന്നെ മസാലപ്പൊടികളും. അതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് എത്രയാണ് ചേർക്കണമെന്നുള്ളതിൻ്റെ അളവ് പറയാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുക്കുക. മൺചട്ടി എപ്പോഴും വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ഇതേപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ മൺചട്ടിയുടെ അടി പെട്ടെന്നാണ് പൊട്ടിപ്പോകും. ഇതിലേക്കുള്ള മസാല നമ്മൾ ഒരു പകുതി ഉണ്ടാക്കണത് അടപ്പത്ത് വെക്കാണ്ട് ഈ മൺചട്ടിയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 വലിയ സവോള കട്ട് ചെയ്ത് ചേർക്കുക, ഇഞ്ചി ചേർക്കുക, പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ഇതേപോലെ 2ആയിട്ട് കീറിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ചുവന്നുള്ളി ചേർക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കണം, മല്ലിപ്പൊടിയും ചേർക്കണം, മുളകിൻ്റെ പൊടിയും ചേർക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഞാനിവിടെ ഇതേപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണല്ല, ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർക്കുക. കാരണം ഇതിലേക്ക് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ മുളകിൻ്റെ പൊടി ചേർക്കുക. ഈ കറിയിലേക്ക് നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ചേർക്കേണ്ടത്. എന്നിട്ട് മുളകിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ മതി. മുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ വലിയ സ്പൂണിൽ നിറച്ചെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം.
ഞാൻ അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നണമാണ്. ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ശരിക്കാണ്ട് മിക്സ് ആവണില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ സവോളയ്ക്ക് ഈ മസാലപ്പൊടിയുടെ കൂടെയാണ് കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വരണം. ഈ കറിയുടെ ടേസ്റ്റ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ സവോളയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണുണ്ടല്ലോ. അപ്പോൾ ഈ കറിക്ക് ചെറുതായിട്ട് ഒരു മധുരം ഉണ്ടാവും. പിന്നെ ആ മാങ്ങയുടെ ഒരു പുളി ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ വെതറിലൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സുഖം ഉണ്ടാവും. കാരണം ഇവിടെ നമ്മളിപ്പോൾ എല്ലാ സാധനവും ഭയങ്കരമായിട്ട് തണുത്തിരിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്താലും പെട്ടെന്ന് നമ്മുടെ കൈമയ്ക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം, തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ. ഒരു 5 മിനിറ്റ് അതിൻ്റെ അടുത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിടണം. ഈ സവോളയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഉടയണം. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ കുറേശ്ശെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ തേങ്ങാപ്പാൽ ഞാനിവിടെ ഇതേപോലത്തെ ഈ കപ്പിൽ എത്ര കപ്പ് തേങ്ങാപ്പാലുണ്ടെന്ന് പറയാം. അപ്പം ഞാനിവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോണത് 2-ാം പാലാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. 2-ാം പാലാണ് കൂടുതൽ എടുക്കേണ്ടത്. ഇത് ഏകദേശം ഇപ്പോൾ 1 കപ്പ് നേരത്തെ ഒഴിച്ചു, പിന്നെ അതൊരു 3/4 കപ്പുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് പിന്നെ കറക്റ്റായിട്ട് ഇത്രയും കൂടെ വേണമെന്നില്ല, പക്ഷേ ഒരുപാട് വെള്ളം പോലെയുള്ള തേങ്ങാപ്പാൽ എടുക്കരുത്. അപ്പോൾ തേങ്ങ നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1.5 തേങ്ങ വെച്ചിട്ട് എടുക്കണം. ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണേൽ ഞാനിവിടെ കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ മാങ്ങയുടെ അത്രയ്ക്ക് തന്നെ ഉണ്ടല്ലോ ഈ സവോളയും ഈ മസാലയും എല്ലാം ഒന്ന്. ഈ കറിയുടെ പ്രത്യേകത അങ്ങനെയാണ്. ഈ കറിയിലേക്ക് സവോളയൊക്കെ നന്നായിട്ട് ചേർക്കും. ഇനി ഇതിലേക്ക് മാങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് വിനീഗർ ചേർക്കാം. അങ്കമാലി സൈഡ്, ഞങ്ങളുടെ സൈഡിലേക്ക് സാധാരണ ഈ വിനീഗറിനെ ചൊറുക്കാന്നാണ് പറയുക. അവിടെ സാധാരണ ഇങ്ങനത്തെ കറിയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ചൊറുക്ക, ഈ കള്ളിയിൽ നിന്ന് എടുക്കുന്ന ചൊറുക്കിനെ സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അങ്ങനത്തെ ചൊറുക്ക, നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ചൊറുക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കള്ള് ചൊറുക്ക എടുക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ വിനീഗർ മതി. ആപ്പിൾ സൈഡർ വിനീഗർ ചേർക്കരുത്. കാരണം അതിന് ശരിക്കും ആ ചൊറുക്കയുടെ ശരിക്കുള്ള പുളിരസം കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പ്ലെയിൻ ആയിട്ടുള്ള വിനീഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിനീഗർ ചേർക്കുക. ഞാൻ അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ചേർക്കണം. ഈ കറി അടപ്പത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടപ്പത്ത് വയ്ക്കുക. ഈ കറി മൂടി വയ്ക്കുക. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കറി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ കറിയിലെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാങ്ങ വെന്തിട്ടുണ്ടോയെന്ന്. കാരണം മാങ്ങയ്ക്ക് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ കറി നമുക്ക് റെഡി ആയി കിട്ടും. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. ഈ തീ ഓഫ് ചെയ്യുക. 1-ാം പാല് ചേർത്ത വഴിക്കാണ് തീ ഓഫ് ചെയ്യുക. പിന്നെ ഇത് മൺചട്ടിക്ക് അത്യാവശ്യം നന്നായിട്ട് ചൂട് നിൽക്കും. അപ്പോൾ തീ ഓഫ് ചെയ്താലും ഈ 1-ാം പാല് ഇതിനകത്ത് കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കും. അപ്പോൾ കറി എടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്, ഭയങ്കര വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. നിങ്ങൾ ഈ കറി നിങ്ങളിപ്പോൾ കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. പിന്നെ നമ്മുടെ നാടൻ മാങ്ങയൊക്കെ വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന മാങ്ങയ്ക്ക് അത്രയ്ക്ക് പുളിയില്ല, പക്ഷേ എന്നാലും ഈ കറിക്ക് ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. ഇപ്പോൾ
ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ കറിവേപ്പിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർക്കണം. കറിവേപ്പിലയും ചേർക്കാം. ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ ചുവന്നുള്ളിക്ക് നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താളിച്ച് ചേർക്കണതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. കുറച്ചുകൂടി ചേർക്കാം. ഇത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ അങ്കമാലിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മാങ്ങയുടെ നല്ല സമയമുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിലേക്ക് നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം.